സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിക്കാം. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. 4-ാം വാക്യം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഇവിടെ ഒരു കുടുംബത്തെ നമുക്ക് കാണാം. സാധാരണ നാം കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഭാര്യയും ഭർത്താവും മക്കളും എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ജ്യേഷ്ഠനും അനുജനും ചേച്ചിയും അനുജത്തിയും അവർ ചേരുന്നത് കുടുംബമാണ് എന്നുള്ളതായ വിഷയം ഇന്നുള്ള അനേകം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചില കുടുംബത്തിൽ പിതാവ് മരിച്ചുപോയാൽ ആ വീട്ടിലുള്ള മൂത്ത ജ്യേഷ്ഠൻ ഒരു പിതാവിനെ പോലെ അനുജനെയും അനുജത്തിയെയും നോക്കുമായിരുന്നു, അവിടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുമായിരുന്നു, വിവാഹം നടത്തിക്കൊടുക്കുമായിരുന്നു. താൻ വിവാഹം കഴിക്കാതെ പോലും, തൻ്റെ വിഷയങ്ങൾ നോക്കാതെ പോലും ഒരു പിതാവിനേക്കാൾ ഉത്തരവാദിത്തം കാണിക്കുന്നതായ അനേകം സഹോദരന്മാരെ എനിക്കറിയാം. ഒരുപാട് പേർ എൻ്റെ അടുക്കൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇളയ സഹോദരങ്ങളുടെ വിവാഹക്കാര്യത്തിന് വേണ്ടി എനിക്ക് വിവാഹം ചെയ്യുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടിപ്പോൾ എൻ്റെ പ്രായം കൂടിപ്പോയിരിക്കുന്നു, അതുകൊണ്ടിപ്പോൾ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഈ ദിവസം മാതാപിതാക്കളുടെയും ഭാര്യാഭർത്താക്കന്മാരുടെയും വിഷയം മാറ്റിവെക്കുകയാണെങ്കിൽ സഹോദരന്മാരുടെ മധ്യയിലും ഐക്യത നഷ്ടപ്പെട്ടു പോകുന്നു. എനിക്ക് ചേട്ടൻ അനുജന്മാരുണ്ട്, അനുജത്തിയും ചേച്ചിയുമുണ്ട് എന്ന് പറയുന്നവർ കൈകൾ ഉയർത്തിക്കാട്ടെ. എല്ലാവർക്കുമുണ്ട്. നല്ലതാണ്. നാം 2 നമുക്കൊന്ന് എന്ന കാലത്ത് ജനിച്ചവരല്ല നാം. അതുകൊണ്ട് സ്തോത്രം. 2 ആളുകൾ വേണ്ട, ഒരാൾ മതി എന്ന കാലത്താണ് ജീവിക്കുന്നത്. എന്താണ്? 10 മക്കളും 11 മക്കളും 15 മക്കളും 25 മക്കളും ഒക്കെ ഉണ്ടായിരുന്ന അമ്മമാർ ഉള്ള കാലമാണത്. ഏറ്റവും കുറഞ്ഞ 7 മക്കൾ 8 മക്കൾ ഒരു കുടുംബത്തിലുണ്ട്. ഒരു വീട്ടിൽ മൂത്ത കുട്ടിക്ക് 20 വയസ്സാകുമ്പോൾ ഏറ്റവും ഇളയ കുട്ടിക്ക് 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സായിരിക്കും പ്രായം. ബാക്കിയുള്ള എല്ലാവർക്കും ഓരോരോ വയസ്സ് വ്യത്യാസം. എന്നാൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഈ കാലത്ത് കാണുവാൻ കഴിയില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളില്ല. ഉള്ള 2 പേർ ചേട്ടനും അനുജനും, അല്ലെങ്കിൽ ചേച്ചിയും അനുജത്തിയും, അല്ലെങ്കിൽ ഒരു ചേട്ടനും ഒരു അനുജത്തിയുമായിരിക്കും. അവർക്ക് എത്രമാത്രം ഐക്യതയുണ്ട്, അല്ലെങ്കിൽ അവർ പരസ്പരം സഹകരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് നോക്കുമ്പോൾ ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കുന്നു. സ്നേഹവും ഐക്യതയും ഇന്ന് കുറഞ്ഞു പോകുന്നു. ദൈവം നമ്മെ കുടുംബമായി ജീവിക്കണമെന്ന് പറഞ്ഞ്, സഹോദരനും സഹോദരിയുമൊക്കെയായി ജീവിക്കണമെന്ന് പറഞ്ഞ് ദൈവം ആഗ്രഹിച്ചിരുന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു സഭ മുഴുവൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ കുടുംബമാണത്. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരും, സഹോദരന്മാർ എല്ലാവരും, ലോകപ്രകാരമുള്ള ബന്ധം അവർക്ക് തമ്മിൽ ഇല്ല എങ്കിലും അവർ ക്രിസ്തുവിന്റെ രക്തത്താൽ സംബന്ധിച്ച് പരസ്പരം ഐക്യതയോടെ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ പിശാച് എങ്ങനെയാണോ ഭൂമിയിലെ ആദ്യത്തെ കുടുംബത്തെ തകർത്തത്, അതുപോലെ ആദ്യത്തെ സഹോദരന്മാരെയും തമ്മിൽ ഭിന്നിപ്പിച്ചു. ആദ്യ സഹോദരന്മാരാരാണ്? കയീനും ഹാബേലും. ലോകത്തിൽ വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. ഒരു ചേട്ടന് ഒരു അനുജനും, ഒരു അനുജന് ഒരു ചേട്ടനും. എത്രത്തോളം സ്നേഹത്തോടെ അവർ ഐക്യതയോടെ ജീവിക്കേണ്ടവരായിരുന്നു. തൻ്റെ കൊച്ചനുജനെ എത്രമാത്രം സ്നേഹിക്കേണ്ടതായിരുന്നു. എന്നാൽ കയീൻ എന്തു ചെയ്തെന്ന് നമുക്ക് അറിയാം. ഹാബേലിനോട് അസൂയ ഉണ്ടായിട്ട്, കോപം ഉണ്ടായിട്ട് അവസാനം അവനെ കൊന്നുകളയുന്നതും നമുക്ക് കാണാം. അതേ അവസ്ഥ ഈ കാലത്തുള്ളതായ മനുഷ്യരുടെ ഇടയിൽ കാണുന്നു. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹം നഷ്ടപ്പെട്ടതായ അവസ്ഥ. അവർ പരസ്പരം അസൂയപ്പെടുകയും പോരാടുകയും ചെയ്യുന്നതായി കാണുന്നു. ഇവിടെ ശ്രദ്ധിക്കുക,
ഇവിടെ നല്ലൊരു കുടുംബമുണ്ട്, ഇവിടെ മാതാപിതാക്കൾ ഉള്ളതായിട്ട് പറയുന്നതേയില്ല. ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങളുടെ പിതാവ് എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പറയും, പിതാവില്ല. അപ്പോൾ ഒരുപാട് ദുഃഖം എനിക്കുണ്ടാകാറുണ്ട്. മാതാവ് മരിച്ചുപോയി, അപ്പോൾ വളരെ ദുഃഖമുണ്ടാകും. അപ്പൻ മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി. അതെന്താണ് രണ്ടുപേരും മരിച്ചുപോയെന്ന് ഒരാളോട് ഞാൻ ചോദിച്ചു. ആ അനുജൻ പറഞ്ഞു, രണ്ടുപേരും ആക്സിഡന്റിൽ ഒരേ ദിവസം തന്നെ മരിച്ചു. ചിലർ പറഞ്ഞിട്ടുണ്ട്, അപ്പം മരിച്ചതിന് സങ്കടത്തെ 2 വർഷം കഴിഞ്ഞ് മാതാവും ആ വിഷമത്താൽ മരിച്ചുവെന്ന്. അപ്പനും അമ്മയും ഇല്ലാത്ത സമയത്ത് സഹോദരങ്ങൾ തമ്മിൽ എത്രമാത്രം സ്നേഹത്തോടെ ഐക്യതയോടെ ആയിരിക്കണം. എന്നാൽ പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യതയുമുള്ളൂ. മാതാപിതാക്കൾ മരിച്ചുപോയതിനു ശേഷം അവർ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്നു. അത് വചനപ്രകാരമായതുള്ളതല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതല്ല. നാം മാതാപിതാക്കളുടെ തണലിലായിരിക്കും. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഭവനത്തിൽ ഞാനായിരുന്നു മൂത്തപുത്രൻ. എനിക്ക് താഴെ 7 മക്കൾ ഉണ്ടായിരുന്നു. 3 അനുജന്മാരും 4 അനുജത്തിമാരും ഉണ്ടായിരുന്നു. ഞാൻ 18ാമത്തെ വയസ്സിൽ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. എൻ്റെ അനുജന്മാർ ആ കാലത്ത് തന്നെ ഹൈദരാബാദിൽ വന്നിട്ട് ജോലി നേടുവാൻ ഇടയായി. എൻ്റെ അമ്മ എൻ്റെ അനുജന്മാരോട് പറയുമായിരുന്നു, മക്കളെ, നിങ്ങളുടെ ചേട്ടൻ ദൈവവേല ചെയ്യുന്നവനാണ്, വിശ്വാസത്തോടെ ദൈവവേല ചെയ്യുകയാണ്, ഗ്രാമങ്ങളിൽ പോയാണ് ദൈവവേല ചെയ്യുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു, നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ചേട്ടന് നിങ്ങൾ സഹായം അയച്ചു കൊടുക്കണം എന്ന് അവരോട് പറഞ്ഞിട്ട് അവരുടെ കൈകൊണ്ട് എനിക്ക് പണം അയപ്പിച്ചു തരുമായിരുന്നു. ആരാണ്? എൻ്റെ അമ്മ. എന്നോട് എന്ത് പറഞ്ഞുവെന്ന് അറിയാമോ? മകനേ, നിന്നെക്കുറിച്ച് എനിക്ക് വിഷമമില്ല. നീ ദൈവത്തിങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നിന്റെ അനുജന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ അനുജന്മാർ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. അവരും ദൈവത്തിന്റെ വേലയിൽ ഭാഗവാക്കായി തീരണം. നിന്റെ അനുജന്മാർ ആത്മീയമായി ബലപ്പെടണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. എന്റെ വിഷയങ്ങളെ അവരെ ഏൽപ്പിച്ചിരുന്നു സഹായിക്കുവാൻ. എന്താണ്? അമ്മയൊരു ആശ്രയമായിരുന്നു. അതുപോലെ അപ്പനും. മാതാപിതാക്കളില്ലാത്തപ്പോൾ എന്നുള്ളതായ സഹോദരങ്ങൾ തമ്മിൽ അത്ര ഐക്യതയോടെ ജീവിക്കുന്നില്ല. കൂട്ടുകാരന്റെ തോളിൽ കൈയിട്ട് നടക്കാൻ കുഴപ്പമില്ല, എന്നാൽ അനുജന്റെ കയ്യിൽ തോടുമ്പോൾ എന്തോ ഒരു കുറവ് പോലെയാണ്. ചേട്ടന്റെ തോളിൽ കൈയിടാൻ ഭയമാണ്. അങ്ങനെയുള്ള ചേട്ടനും അനുജനും ഉണ്ടോ ഇവിടെ? ചേട്ടനും അനുജനും തമ്മിൽ സ്നേഹിതന്മാരെക്കാൾ ഉള്ളതായ ബന്ധമാണ്. ഒരേ രക്തത്തിൽ പിറന്ന ആളുകളാണ്. ഒരേ കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ്. നിങ്ങൾ മുതിർന്നവരായാലും വിവാഹം കഴിഞ്ഞാലും നിങ്ങൾക്ക് മക്കൾ ഉണ്ടായാലും ആ കസിൻസ് എന്നുള്ളതായ വാക്ക് മാറ്റി പരസ്പരം ഐക്യതയുള്ളവരായി ജീവിക്കണം എന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശമായിട്ടുള്ളത്. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നമുക്ക് ഐക്യതയോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനേകം കുടുംബങ്ങളിൽ ജനിച്ച പല പല പശ്ചാത്തലമുള്ളതായ ആളുകളെയെല്ലാം ഇതുപോലെ ദൈവസന്നിധിയിൽ വരുന്ന സമയത്ത് ആ സഹോദര സ്നേഹവും ആ ഐക്യതയും നമുക്ക് എങ്ങനെ കാക്കുവാൻ കഴിയും? ഇവിടെ മറിയയും ലാസറും 3 പേരുണ്ട്. ഇവരുടെ വിവാഹം കഴിഞ്ഞതായിട്ട് കാണുന്നില്ല. അതുപോലെ മാതാപിതാക്കൾ ഉള്ളതായിട്ടും കാണുന്നില്ല. അതുപോലെ ഇവർ 3 പേരും ഒരുപോലെയല്ല. മറ്റൊരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കുക, ചേട്ടൻ ചേട്ടനാണ്, അനുജൻ അനുജനാണ്, ചേച്ചി ചേച്ചിയാണ്, അനുജത്തി അനുജത്തിയാണ്. അവർ ഒരേ രീതിയിലുള്ളവർ ആയിരിക്കുകയില്ല. ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ്, എന്നാൽ ഒരുപോലെ ആയിരിക്കുകയില്ല. അവരുടെ രൂപങ്ങൾ വേറെ വേറെ ആയിരിക്കാം. അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ വേറെ വേറെ ആയിരിക്കാം. വ്യത്യസ്തതയിലുള്ള ഐക്യതയാണ് യഥാർത്ഥമായ ദൈവത്തിന്റെ കാര്യം, ദൈവത്തിന്റെ സ്നേഹം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതാണ് നമ്മുടെ ഭാരതത്തിലുള്ളതായ വലിയ കാര്യം. നിന്റെ ഹൃദയത്തിൽ നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുമായി ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതിൽ വലിയ കാര്യമൊന്നുമല്ല. നിന്റെ ഇഷ്ടമനുസരിച്ച് നിന്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളോട് നീ വളരെ ഐക്യതയോടാണ് എന്ന് പറയുന്നതിൽ വലിയതായ കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. നിന്നിൽ ഇല്ലാത്തത് അവനിൽ ഉണ്ടാകുമ്പോൾ നീ അത് സ്വീകരിക്കും. നിന്നിലുള്ളതായ നന്മ അവനെ പഠിപ്പിച്ചു കൊടുത്ത് ഏകതയോടെ ജീവിക്കുമ്പോൾ അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. അതാണ് ദൈവപ്രവൃത്തി. ദാവീദ് ആട്ടിടയനായിരുന്നു. യോനാഥാൻ രാജകുമാരനായിരുന്നു. ഒരു രാജകുമാരനും ആട്ടിടയനും തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാകുമോ? അത് നടക്കുമോ? അതുമാത്രമല്ല, ദാവീദ് യോനാഥാന് എതിരായിട്ടാണ് വരേണ്ടത്. എന്തുകൊണ്ടെന്നാൽ രാജാവിന് ശേഷം അടുത്ത രാജാവായി മാറേണ്ടത് യോനാഥാനാണ്, ശലോമോന് ശേഷം. എന്നാൽ ഇവിടെ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ശത്രുവായിട്ടാണ് വരേണ്ടത്. യോനാഥാന് ദാവീദിനോട് പകയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അവർ 2 പേരും പ്രാണസ്നേഹിതന്മാരായിരുന്നു എന്ന്. എന്താണ് എഴുതിയിരിക്കുന്നത്? അവർ 2 പേരും പ്രാണസ്നേഹിതന്മാരായിരുന്നു.
ദാവീദുമായി സംസാരിച്ചതിന് ശേഷം അവന്റെ മനസ്സ്, ദാവീദിന്റെ മനസ്സും യോനാഥാന്റെ മനസ്സും കൂടിച്ചേരുവാൻ ഇടയായി. അവന്റെ വാക്കുകളിൽ കണ്ടതായ ആ സ്നേഹവും ആ വിശ്വസ്തതയും എല്ലാം കണ്ടിട്ട് യോനാഥാന് ദാവീദിനോട് ഒരുപാട് സ്നേഹം തോന്നി. ഇവൻ എന്നേക്കാൾ യോഗ്യനാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ഞാനാണ് വലിയവൻ എന്ന മനസ്സ് ആരുടേതാണ്? പിശാചിൻ്റെതാണ്. എന്നേക്കാൾ യോഗ്യൻ മറ്റൊരുവനുണ്ട് എന്ന് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്നതായ സ്വഭാവം യേശുക്രിസ്തുവിനുള്ളതായ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളുവീൻ. യോനാഥാൻ നീ രാജാവാകുക, ഞാൻ രണ്ടാമനായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതെന്താണ്? ദാവീദേ, ഞാൻ രാജാവാകാം, നിന്നെ മന്ത്രിയാക്കി മാറ്റാം എന്നാണ് പറയേണ്ടിയിരുന്നത്. എന്നാൽ എന്നേക്കാൾ ഇവൻ യോഗ്യനാണെന്ന് എണ്ണുവാൻ കഴിഞ്ഞു. ഈ കാലത്ത് നമ്മുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാ രീതിയിലും മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് ഐക്യതയോടായിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഐക്യതയോടുകൂടി സമാധാനത്തോടുകൂടി ആയിരിക്കണം എന്നതാണ് ദൈവത്തിൻ്റെതായ ഉദ്ദേശം. ശാന്തിയും സമാധാനവും എന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും രാജ്യത്തിലും കാണേണ്ടതാണ്. എന്നെപ്പോലെ എല്ലാവരും ആയിരിക്കണം എന്നുള്ളത് അജ്ഞാനമാണ്. ഓരോരുത്തരുടെയും വില മനസ്സിലാക്കി അവരവർ ജീവിക്കുന്നതാകുന്നു നല്ലത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മീറ്റിങ്ങിന് എല്ലാവരും വന്ന് ഒരാൾ മാത്രം വന്നില്ല. വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ വന്നില്ല, മീറ്റിങ്ങിന് വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് വന്നില്ല എന്ന് ചിലർ വന്ന് പറയാറുണ്ട് എൻ്റെ അടുക്കൽ. ശരിയല്ലേ? അതുകൊണ്ട് നീയാണ് മീറ്റിങ്ങിന് വന്നതുകൊണ്ട് നിന്നെ മാത്രമാണ് കർത്താവ് സ്നേഹിച്ചതെന്നാണോ? ഇവിടെ വന്നാൽ നിങ്ങളെയാണ് സ്നേഹിച്ചത്, നിങ്ങളുടെ സഹോദരനെ സ്നേഹിച്ചില്ലെന്നാണോ? ഇവിടെ വന്നിട്ട് സ്തോത്ര കാഴ്ച തന്നാൽ നിങ്ങളെ മാത്രമാണ് സ്നേഹിച്ചതെന്നുണ്ടോ? റോഡിൽ കൂടി നടക്കുന്ന ആളുകളെ സ്നേഹിച്ചിട്ടില്ലേ? അവന്റെ സ്നേഹം എല്ലാവരുടെ മേലും ഒരുപോലെ തന്നെയാണ്, അതിൽ പക്ഷപാതമില്ല. നീ അവന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നതനുസരിച്ചല്ല അവന്റെ സ്നേഹമുള്ളത്. അവന്റെ സ്നേഹം മാറാത്ത സ്നേഹമാണ്, തണുത്തു പോകാത്ത സ്നേഹമാണ്, അത് മറക്കാത്ത സ്നേഹമാണ്. അവൻ ആദ്യം തന്നെ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നത്. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിൽ കൂടി മാത്രമേ അവരെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയൂ. ഒരു വ്യക്തിയുമായി കലഹിച്ചാൽ ആ വ്യക്തിയെ നമുക്ക് നേടുവാൻ കഴിയുകയില്ല. ഒരു വ്യക്തിയെ വിമർശിച്ചാൽ ആ വ്യക്തിയുടെ മുഖം നമുക്ക് കാണാൻ കഴിയില്ല. അവരെ യേശുവിനു വേണ്ടി നേടുവാൻ കഴിയില്ല. സ്നേഹമാണ് ജയം നൽകുന്നത്. യേശുവിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ കാലത്ത് കഠിന ഹൃദയമുള്ളവരെ മാറ്റുന്നത്. യേശുവിൻ്റെ സ്നേഹത്താൽ ഈ കാലത്ത് പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന അനേകം ആളുകളും രക്ഷിക്കപ്പെടുവാനിടയാകുന്നു. അവന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് അവനെ അടിക്കൂ എന്ന് ശതാധിപൻ കൽപ്പിച്ചതായ സമയത്ത് കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായ കർത്താവ് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അവനെന്ത് പറഞ്ഞെന്നറിയാമോ? ആ ശതാധിപൻ എന്താണ് പറഞ്ഞത്? ഇവൻ യഥാർത്ഥമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു. ഇത്രയും സമയം ഉപദ്രവിച്ചതായ വ്യക്തി, ഹിംസിച്ചതായ വ്യക്തി, ദുഷിച്ചതായ ആ വ്യക്തി ആ സ്നേഹസ്വരൂപനായ കർത്താവിന്റെ വാക്കുകൾ കേട്ട സമയത്ത് അവന്റെ ഹൃദയത്തിൽ അത് സ്പർശിച്ചിട്ട് അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് പറഞ്ഞു, ഇവൻ യഥാർത്ഥമായും ദൈവപുത്രനായിരുന്നുവെന്ന് സമ്മതിച്ചു. സ്നേഹത്തോടുകൂടി മാത്രമേ ഒരു മനുഷ്യനെ കർത്താവിലേക്ക് നടത്തുവാൻ കഴിയുകയുള്ളൂ. ദൈവമഹത്വം അപ്പോഴേ വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ! എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ അപ്പ. നീ ഞങ്ങളുടെ സ്വർഗീയ പിതാവാകുന്നുവല്ലോ. സ്വർഗസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ വിളിക്കുന്നു അപ്പാ. ഞങ്ങളുടെ വീട്ടിലുള്ള സഹോദരന്മാരും സഹോദരിമാരും അല്ലാതെ ഈ ലോകത്തിലുള്ള സകല ജനത്തെയും ഞങ്ങളുടെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾക്ക് കാണുവാനും ഞങ്ങളുടെ അയൽക്കാരെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി കാണുവാനും നശിച്ചു പോകുന്നതായ ആളുകളെ രക്ഷയിലേക്ക് നടത്തുവാനുള്ളതായ ആത്മഭാരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നിന്റെ മക്കളായിരിക്കുന്ന ഞങ്ങളെല്ലാം കർത്താവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട ഞങ്ങളെല്ലാവരും സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങൾ ആയിരിക്കുന്നു എന്നും ഞങ്ങളെല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നും തിരിച്ചറിയേണ്ടതിനും ഞങ്ങളുടെ മധ്യയിൽ സ്നേഹവും ഐക്യതയും ഉണ്ടാകേണ്ടതിനും പ്രാർത്ഥനയും സഹകരണവും ഐക്യതയും കൂടിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അത് നീ സരിൻ ദർശനം.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ